ജീവനുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സമാധാനമുള്ള വീടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മുടെ വീടെങ്ങനെ ആക്കി തരുമാറാകട്ടെ. പ്രവാചകൻ ഇവിടെന്ന് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, തജഅലൂ ബിയൂതകും മഖാബിറ ഇന്ന ശൈത്താന യൻഫുറു ഫീ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ നിന്റെ വീടിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണമെങ്കിൽ, നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം വേണമെങ്കിൽ, അല്ലാഹു നിനക്ക് സന്തോഷമുള്ള ജീവിതം തരണമെങ്കിൽ നീ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ ഓതണേ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ? നിങ്ങളുടെ വീടിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വീട് റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളുടെ വീട് നിങ്ങളും മക്ബറകളാക്കരുത്, നിങ്ങളുടെ വീടുകൾ നിങ്ങളും മക്ബറകളാക്കരുത്. നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടണം. ആ വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങളുടെ വീട് നിങ്ങളും മക്ബറകളാക്കരുത്, ഖബർസ്ഥാനാക്കരുത്, ശ്മശാനമാക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓത്, സൂറത്തുൽ ബഖറ ഓത്. ഏത് വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതുന്നുണ്ടോ അവിടെ നിന്ന് ശൈത്താൻ നിലവിളിച്ചു കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ശൈത്താനും ഇറങ്ങിയോടും, ഏത് കൂടിയ ശൈത്താനും ഇറങ്ങിയോടും സൂറത്തുൽ ബഖറ നിന്റെ വീടിന്റെ അകത്ത് പാരായണം ചെയ്താൽ അല്ലാഹുവേ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യൂ, മക്ബറയാക്കരുത്. ഇബ്ലീസ് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.